എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോണത് ഒരുപാട് പേര് അന്വേഷിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അതായത് ഒത്തിരി പേർക്ക് സ്വന്തമായിട്ട് ക്ലോത്തിങ് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്, അതും ഓൺലൈനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഇൻസ്റ്റയിൽ മെസ്സേജ് വരാറുണ്ട്, അതുപോലെ തന്നെ മെയിലായിട്ടും വരാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതായത് ഓൺലൈനായിട്ട് നമുക്ക് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ എനിക്ക് പറ്റിയ അബദ്ധങ്ങളും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളടക്കം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റ് റിസർച്ചാണ്. അതായത് ഇപ്പോഴേ ഏത് ഡ്രസ്സിനാണ് ട്രെൻഡ്, അതായത് ഇപ്പോഴേ ഏത് ഡ്രസ്സാണ് നല്ല ട്രെൻഡിങ് ആയിട്ട് പോണത്, ഏത് മോഡൽസാണ് നല്ല മൂവ് ആവുന്നത്, അത് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന ഒത്തിരി ഇൻസ്റ്റാഗ്രാം പേജസ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മോഡൽ, അതുപോലെ തന്നെ റീൽസിന് ഏറ്റവും കൂടുതൽ വ്യൂ ഏതിനാണ് കിട്ടിയിട്ടുള്ളത്, ഏത് ഡ്രസ്സിനായിരിക്കും കിട്ടിയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു പേജ് നോക്കിയാൽ പോരാട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ റെഫർ ചെയ്യുക. കാരണം ട്രെൻഡിങ് അനുസരിച്ചുള്ള ഡ്രസ്സ് എടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ആവുള്ളൂ പെട്ടെന്ന്. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ഡ്രസ്സ് എടുത്തിട്ട് ഒരു 5,000-നെങ്കിലും വിറ്റ് പോയാലല്ലേ നമുക്ക് അടുത്ത പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ തന്നെ നല്ല ട്രെൻഡിങ് ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏകദേശം നമ്മുടെ ബഡ്ജറ്റ് കണക്കാക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം തന്നെ ഒരുപാട് വലിയ പൈസയ്ക്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓൾമോസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു 8,000 രൂപയ്ക്കൊക്കെ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ എങ്ങനെ സെയിൽ ചെയ്യും എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യണം. എവിടെ നിന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യും? അപ്പോൾ ഞാൻ ആദ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർ ചിക്പേട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ആദ്യം തന്നെ നമ്മൾ ഓൺലൈനായിട്ടൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, സൂരത്തിൽ നിന്നൊക്കെ ഒത്തിരി യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട്, ഒത്തിരി യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് കോൾ, വീഡിയോ കോൾ വഴി ഡ്രസ്സ് കാണിച്ചു തരും. അപ്പോൾ അത് നേരിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കും, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്തിക്കും എന്നുള്ളത്. ഒത്തിരി ആൾക്കാർ അതുവഴി ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി പേജസ് ഒക്കെ ഉണ്ട്, ഹോൾസെയിലായിട്ട് ഡ്രസ്സ് എത്തിക്കുന്നു, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ കുറേ പേര് പോയി ചാടാറുണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്ന ആൾക്കാർ തന്നെ ചാടിയിട്ടുണ്ട്. ആവാസ കുർത്തീസിൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 5,000 രൂപയൊക്കെ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് ആ നമ്പറെ ബ്ലോക്ക് ചെയ്തിട്ട് പോയ ആൾക്കാരുണ്ട്. ജെനുവിനായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും കേട്ടോ, അത് ഭയങ്കര റെയർ ആയിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടേ പറ്റുള്ളൂ, നിങ്ങൾക്ക് പോകാനൊരു ഓപ്ഷൻ ഇല്ല എങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് എടുക്കാൻ നോക്കാം. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ പാലക്കാടുണ്ട്, എറണാകുളത്തുണ്ട്, അതുപോലെ തന്നെ കായംകുളത്തൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി കുർത്തീസൊക്കെ ഇവിടെ നിന്നൊക്കെ കിട്ടും. എറണാകുളത്ത് നിന്ന് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കുന്നത്, പാലക്കാട് നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ആദ്യം ഫസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അതായത് ആദ്യത്തെ പർച്ചേസ് നിങ്ങൾ വന്നിട്ട് ചെയ്യൂ, പിന്നെ നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അയച്ചു തരാം എന്നുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ആദ്യത്തെ പർച്ചേസ് നമ്മൾ നേരിട്ട് പോയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. തീരെ വയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കേരളത്തിൽ നിന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ, നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് പോവുകയും ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ പുറത്ത് നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് നിന്നെന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ, സൂറത്ത് നിന്നൊക്കെ ആയിരിക്കും നമ്മൾ പോയി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തപ്പോൾ എനിക്ക് കാണിച്ചു തന്ന ഐറ്റം അല്ലായിരുന്നു എനിക്ക് ഇവിടേക്ക് കിട്ടിയത്, ഞാൻ പോയിട്ടാണ് എടുത്തത്. അപ്പോൾ അവർ പാക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മാറിപ്പോയി. നമ്മൾ വിചാരിക്കുന്നത് അവിടുന്ന് കാണിച്ചു തന്ന ഐറ്റം തന്നെയാണ് എന്നായിരിക്കുമല്ലോ, പക്ഷെ ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി മാറിയ കാര്യം എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ 3-4 ഐറ്റം ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിട്ടേൺ ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ പോകണം, അല്ലെങ്കിൽ കൊറിയറായിട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ അവിടെ നിന്ന് തന്നെ പിന്നെയും പർച്ചേസ് ചെയ്യണം, കുറച്ചൊരു പണിയുണ്ട്, മെനക്കേടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ ഞാൻ എടുത്തുള്ളത് എറണാകുളത്ത് നിന്ന് ആയിരുന്നു. അപ്പോൾ എറണാകുളത്ത് നിന്നൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ചീപ്പ് റേറ്റിന് കിട്ടില്ല കേട്ടോ. ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നത്, ഏറ്റവും ഡ്രസ്സ് കിട്ടുന്നത് സൂറത്ത് നിന്ന് തന്നെയാണ്, നിങ്ങൾക്ക് അറിയാം. പക്ഷെ നോക്കിയെടുക്കണം, കാരണം ഒത്തിരി ഫ്രോഡ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
ഇപ്പോൾ ചിക്പേഡിലായാലും ഒത്തിരി ഫ്രോഡ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരു കടയിൽ കാണിക്കുന്ന വിലയായിരിക്കില്ല അതേ സാധനം അടുത്ത കടയിൽ നമ്മൾ പോകുമ്പോൾ കിട്ടുന്നത്. അതുപോലെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാം, ഡാമേജ് പീസ് ഉണ്ടാവാം. അവരെങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓൺലൈനിലായിക്കഴിഞ്ഞാലും ഓഫ്ലൈൻ ആയിക്കഴിഞ്ഞാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓഫ്ലൈനാണ്. പോയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഏകദേശം മനസ്സിലാവുമല്ലോ. നല്ല ക്വാളിറ്റിയുള്ള സാധനം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ചുരിദാറാണെങ്കിൽ ഒന്നിലധികം വെറൈറ്റീസ് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുക്കാതെ ഇപ്പോൾ കുർത്തീസ് ആണെങ്കിൽ ജോർജറ്റി, കോട്ടൺ, ഷിഫോൺ, റയോൺ, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് മോഡൽസൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുക്കുക. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാത്തരം കാര്യങ്ങളും എല്ലാത്തരം മോഡൽസ് നമ്മുടെ കയ്യിൽ വേണം, ക്ലോത്ത് നമ്മുടെ കയ്യിൽ വേണം. നിങ്ങൾ ഇപ്പോൾ കുർത്തി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. സാരീസ് ആണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ വേണം നമ്മൾ എന്ത് ചെയ്യണം, എന്ത് എടുക്കണം എന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തു, നമ്മൾ ഡ്രസ്സ് എടുത്തു. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം അല്ലേ? നമ്മൾ ഇപ്പോഴും ചെയ്യാൻ പോണത് ഓൺലൈനായിട്ടാണ്. കാരണം എന്താ, എക്സ്പെൻസ് കുറവാണ്. പ്രത്യേകിച്ച് ഷോപ്പൊക്കെ ഇടാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എക്സ്പെൻസ് വരുമല്ലോ. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സെയിൽ ചെയ്യും? അപ്പോൾ നമ്മൾ ആദ്യം നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുക. മാർക്കറ്റിംഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം. നമുക്ക് ഇൻസ്റ്റാഗ്രാം ചെയ്യാം, അതുപോലെ തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക് മാക്സിമം ചെയ്യാം. ഫേസ്ബുക്കിൽ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് ഡ്രസ്സ് സെയിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് നല്ല റീച്ച് കിട്ടുന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? അപ്പോൾ അത് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 3-4 വീഡിയോസെങ്കിലും അപ്ലോഡ് ചെയ്യുക. പോസ്റ്റ് മാത്രം ചെയ്യാതിരിക്കുക, വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു വിജയം ഇരിക്കണേ. അപ്പോൾ എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സിലോട്ട് എത്തും. അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, ഫാസ്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവർ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അത് ഫാസ്റ്റായിട്ട് കൊറിയർ ചെയ്യുക, ഡാമേജ് ഇല്ലാതെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ഒക്കെ എടുക്കുക, എന്നിട്ട് നമ്മുടെ പേജിലൊക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഞാനൊരു ഷോർട്ടായിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മളിതിൻ്റെ ഒരു ഡീറ്റെയിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ബിസിനസ് A to Z ഡീറ്റെയിൽസ്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടിട്ട് എൻഡ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ. അതുകൂടാതെ തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മാർക്കറ്റ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാർക്കാണ് കേട്ടോ. അതായത് അവരുടെ ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് യൂട്യൂബിൽ തന്നെ നമ്മളൊരു വീഡിയോ ഇടും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അതിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. അവർക്കും നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് ഈ ഒരു ബിസിനസ് ഉണ്ട്, ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കോളൂ എന്ന് പറയും. അതുകൂടാതെ ഇൻസ്റ്റഗ്രാമിലും നമ്മൾ നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രെയിനിങ് എടുക്കുന്ന മെമ്പേഴ്സിന് മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും, ലൈവായിട്ടും ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ട്രെയിനിങ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിൽ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ട്രെയിനിങ് മാത്രമല്ല, കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ട്രെയിനിങ്ങിന് 1500 കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് വർത്തായിരിക്കും. ഫ്രീ മാർക്കറ്റിങ്ങും നിങ്ങൾക്കതിൽ കിട്ടുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഇനി ഡ്രസ്സ് റിലേറ്റഡ് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം. കാരണം ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ എന്ത് വേണമെന്ന്. അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരാം.